കവ എടുത്ത് അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം എങ്ങനെയാണോ? സന്തോഷിച്ച് പറയടാ. സന്തോഷിച്ചു അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹലോ ചേട്ടാ ഹലോ, ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് തല്ലിയാലോ? അത് മനുഷ്യനല്ലേ? ചോദിക്കണേ എഴുതാമലേക്ക് എന്തിനാ ഇങ്ങനെ തല്ലി ചതക്കുന്ന അയാളെ? കാര്യമുണ്ടെന്ന്. എന്താണ്? എന്നെ നായകനാക്കി നാടകം എഴുതാന്ന് പറഞ്ഞോണ്ട് 3 വർഷമായിട്ട് നടത്തുക. എന്റെ കയ്യിൽ നിന്ന് കാശം ദൂരെ പോയിന്നറിയാമോ? ആണോ? ആ പിന്നെ നീ എന്നടാ വിമാനം കണ്ടിട്ടില്ലേ? വിമാനം കാണുമല്ലോ, ഞാൻ ആലോചിക്കുമായിരുന്നു. ആ ഇതൊക്കെ നേരത്തെ ആലോചിക്കണായിരുന്നു ഇങ്ങനെ വരുമെന്ന്. ഇവിടെ നിന്നല്ല ആലോചിക്കേണ്ടത്, മനസ്സിലായോ? എഴുതാ ഞാൻ എല്ലാം എഴുതി വെച്ചോ. ഇയാൾ ഇനി അഭിനയിച്ച് കാണിച്ചാൽ മതി. നായികയില്ലല്ലോ. നായിക റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നായികനെ റെഡിയാക്കി തരാന്ന് പറഞ്ഞ നായിക ഇദ്ദേഹമാണോ? അദ്ദേഹം അതെ റെഡിയാണോ? അല്ല, ഞാൻ ചെയ്യാം സാർ. എനിക്ക് നാടകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഷേക്സ്പിയറിനെ വെല്ലുന്ന രചനകളൊക്കെയാണെന്നാണ് കലാശേട്ടൻ പറഞ്ഞത്. ഞാൻ ആ ഒരു രീതിക്ക് എന്നെ വെല്ലുന്ന എതിരാളിയോ? ആരാണ് ഈ ഷേക്സ്പിയർ? അല്ല അല്ല, ഒരാളാ. പരിചയം ഉണ്ടാവില്ല. അപ്പൊ തുടങ്ങാൻ. ശരി. ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അവസരം തൊട്ടഭിനയിക്കലൊന്നും വേണ്ട. അപ്പൊ രാജകുമാരി നടന്നു വരുന്നു. അപ്പൊ ഡയലോഗ് ഞാൻ പ്രോമിറ്റ് ചെയ്ത് തരും. അപ്പൊ അത് പറഞ്ഞാൽ മതി. ഓക്കെ. നടന്നു വരും. കുമാര, എന്റെ അപ്പനെ വിളിച്ചാൽ ഞാൻ നിന്നെ കൊല്ലും. അപ്പനോ? ആ, പൂനം കുമാരൻ എന്റെ അപ്പനാ. അയ്യോ, എന്തൊരു കഷ്ടമാന്ന് പറ. എടാ, നിന്റെ അപ്പനെയല്ലേ ഞാൻ വിളിച്ചത്. മുതലാളി ആരാന്നാ വിചാരം? ആരാ? മുതലാളി കുമാരനാണ്, രാജകുമാരനാണ്. ഞാനോ? ആ, എന്റെ ദൈവമേ, നാട്ടുകാരൊക്കെ അംഗീകരിക്കൂടവേ. മുതലാളി രാജകുമാരനാണ്, ഇത് രാജകുമാരിയാണ്. അങ്ങനെ ചുരുക്കി വിളിച്ചതാണ് കുമാരാന്ന്. എന്റെ ഒരു ഭാഗ്യം. സാർ, നായകനെ മാറ്റാൻ പറ്റൂ സാർ? എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല. എന്റെ കൂടെ അഭിനയിച്ച് എത്തിക്കാൻ പറ്റുന്നില്ലല്ലേ? അല്ല, എത്തിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ റെഡിയല്ലേ? റെഡി സാർ. നടന്നു വരൂ. നാണത്തോടെ. കുമാര. അപ്പോ കുമാരൻ. ഭഗവതി. ഏതമ്പലത്തിലെ ഭഗവതിയാണ്? ഭഗവതി എന്നല്ലോ ഞാൻ പറഞ്ഞത്. മുതലാളി വിളിച്ചത് നാക്കുകൊണ്ട് എന്നെ വേറെ വല്ലതും വിളിപ്പിക്കരുത്. ഇല്ല, ഞാൻ വിളിപ്പിച്ചോളാം. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ പ്ലീസ്. ഭഗവതിക്ക് നാണം. അതെന്റെ ഇമോഷനാണ് പറഞ്ഞത്. രണ്ടും കൂടെ അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ പുള്ളിക്ക് അങ്ങ് അഭിനയിച്ചാൽ പോയി. നിങ്ങൾ രാജകുമാരൻ മാത്രമാണ്. രാജകുമാരി ആവണ്ട കേട്ടോ. അത് അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എന്താണ് ഭഗവതി? കുമാരി, എന്താണ് അങ്ങയുടെ സങ്കടമെന്ന്? അരുൾ ചെയ്താലും. എന്താണ് അങ്ങയുടെ സങ്കടമെന്ന് അരുൾ ചെയ്താലും? കുമാരൻ അടുത്തോട്ട് ചെല്ല്. മഹാവൈര്യത്തിനായി ഇരു രാജ്യങ്ങളും കോപ്പ് കൂട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്നേഹം അതെന്തിനാ കരയുന്നത്? എന്തിനാണ് മുതലാളി? ഞാൻ പറഞ്ഞു തരത്തില്ല, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. മഹാവൈര്യത്തിനായി ഇരു രാജ്യങ്ങളും കോപ്പ് കൂട്ടുകയാണ്. കോപ്പ കൂട്ടണോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്നേഹം കറക്റ്റ്. ഇനി കുമാരി, പ്രാണനാഥ, നമ്മൾ തമ്മിൽ പ്രണയബദ്ധരാണെന്ന വാർത്ത ഏതോ കിങ്കരന്മാർ രാജസന്നിധിയിൽ എത്തിച്ചു. ഇനി നാം എന്ത് ചെയ്യും? ഇങ്ങനെയോ? ഇനി നാം എന്ത് ചെയ്യും? കാലിങ്ങനെ മുന്നോട്ടൊക്കെ വെക്കണോ? അതൊക്കെ ഓവർ ആവില്ലേ സാർ? ഇങ്ങനെ വെച്ചോ. പറയുന്ന കേൾക്കൂ നിങ്ങൾ. ഇനി നാം എന്ത് ചെയ്യും?
അപ്പോൾ ചായ കുടിച്ചിട്ട് വന്നാലോ? എടാ പെടലി വെട്ടി ഞാൻ താഴെ ഇടും, ഞാൻ പറഞ്ഞ കേട്ടോ. ഇല്ല, പറയുന്നത് ഇങ്ങനെ ചെയ്യത്തതുമില്ല, തർക്കുത്തരോടെ പറയുന്നു. ഇനി നിന്റെ ഡയലോഗാ. അത് ഞാൻ കസറും. ഇങ്ങട് ഇങ്ങട് ഇടറാ. ഈ ഡയലോഗ് കഴിഞ്ഞ് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിൽ ഈ ഡയലോഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൊരിഞ്ഞ യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം, ഇരു രാജ്യങ്ങളും തമ്മിൽ പൊതിഞ്ഞ യുദ്ധം. കാരണം നിങ്ങളുടെ പ്രേമമാണ് ഇതിന്റെ കാരണം. നിങ്ങളുടെ പ്രേമം കാരണമാണ് പൊരിഞ്ഞ യുദ്ധം നടക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? ഏത് യുദ്ധവും വന്നോട്ടെ. ഏത് യുദ്ധവും വന്നോട്ടെ. എങ്ങനെയാലും പോട്ടെ. ഏത് യുദ്ധവും വന്നോട്ടെ. ഏത് യുദ്ധവും വന്നോട്ടെ. സർവ്വതും ചാമ്പലായിക്കോട്ടെ. സർവത്തിൽ ചാമ്പൽ വീഴ്ത്തിക്കോട്ടെ. നിനക്കെന്നാ ഷുഗർ ഉണ്ടോ? സർവത്തെടുത്ത് ചാമ്പൽ ഒഴിക്കുന്നു. എടാ ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എന്തൊരു കഷ്ടമാണെന്ന് പറ. ഞാനിനി ഇറങ്ങി മിങ്കിൾ ചെയ്ത് അഭിനയിക്കണം. മിങ്കിൾ ചെയ്ത് അഭിനയിക്കണം. ആണോ? മിങ്കിൾ ചെയ്യേ. അതിനവര് സമ്മതിക്കുവോ? തല വെച്ചിരിക്കരുത്. ഞാൻ കാണിച്ചുതരാം. ഏത് യുദ്ധവും വന്നോട്ടെ. ഏത് യുദ്ധവും വന്നോട്ടെ. സർവ്വതും ചുട്ട് ചാമ്പലായിക്കോട്ടെ. സർവ്വതും ചുട്ട് ചാമ്പലായിക്കോട്ടെ. എങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം നാം ഇനി പിരിയില്ല. നാം ഇനി പിരിയില്ല. നാം ഇനി പിരിയില്ല. നാം ഇനി പിരിയില്ല. നാഥാ, പിരിയും. നമ്മൾ പിരിയില്ല. പിരിയും. പിരിയില്ല. പിരിയും. പിരിയില്ല. പിരിയും. പിരിയാൻ നീ എന്നാ കവർ പാലോ? അയ്യോ, ഇത് നാടകത്തിലുള്ളതല്ലല്ലോ. അപ്പൊ രണ്ട് പിള്ളേര് ഞാനുമോ? അവരെ കണ്ണുകെട്ടി ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് കറക്കി വിടൂ. ഇത് നാടകത്തിലുള്ളതല്ലോ. നാടകത്തിലുള്ളതല്ല, ഇത് ജീവിതത്തിലുള്ളതാ. അയ്യോ രമണി, നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെന്നോ? നിങ്ങൾ ഇവിടെ എന്തോ കാണിച്ചു കൂട്ടുന്നത്? രമണി, ഇത് നാടകമാണ്. ഇത് നാടകമല്ല, ഇത് ജീവിതമാ. ഇത് നാടകമല്ല. നിങ്ങൾ ചെരുപ്പ് പോലെ അവരെ അഴിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എന്ത് കാണിക്കുവായിരുന്നു? എനിക്ക് അറിയണം. എന്ത് കാണിക്കുവായിരുന്നു? അല്ല, ഒരു പുരാണ നാടകത്തിൽ ഞാൻ കുമാരി, ഇദ്ദേഹം കുമാരനുമാണ്. അപ്പൊ ഞങ്ങളൊന്ന് മിങ്കിള് ചെയ്ത് അഭിനയിച്ചു. ഇവര് നാടകമാണോ കളിച്ചത്? ഇത് നാടകമല്ല. ഇങ്ങനെയാണോ നാടകം? എടോ, ഞാനും കുറെ നാടകം കണ്ടിട്ടുണ്ട്. വീട്ടിലോട്ട് വാ, വീട്ടിലോട്ട് വാ. ചെരുപ്പെടുത്തട്, ചെരുപ്പെടുത്തട്, ചെരുപ്പെടുക്ക്. വീട്ടിലോട്ട് പോ. നാടകമാണ്. നാടകമല്ല. നമുക്കൊന്ന് മിങ്കിളായാലോ? സുരഭി, പുള്ളിയുടെ സബ്ജക്റ്റ് ഒക്കെ ആദ്യം കേട്ടപ്പോഴത്തേക്ക് നല്ല സബ്ജക്റ്റ് ആണെന്നാ തോന്നിയത്. അതെനിക്കൊരു ബാഹുബലി ടച്ചൊക്കെ വന്നു. അതെ, ആ. പക്ഷെ ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മഹായുദ്ധമായി പോയി. സത്യം, പുള്ളിയുടെ നാക്ക് അറം പറ്റിപ്പോയി.